പൂജ്യത്തിൽ നിന്നും ആരംഭിച്ചതാണ് രേണുസുധിയുടെ ജീവിതം. ഭർത്താവിന്റെ മരണശേഷം മുന്നോട്ടുള്ള ജീവിതത്തിന് എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ടു കഴിഞ്ഞ രാത്രികൾ രേണുവിന് ഉണ്ടായിരുന്നു. സുമനസുകൾ സഹായിച്ചാലും ഒരുപാട് കാലം ആരും ആരുടെയും കനിവിൽ കഴിയേണ്ടി വരരുതെന്ന് രേണു ഉറപ്പിച്ചിരുന്നു. അങ്ങനെയാണ് 1.5 വർഷം മുൻപ് രേണു നാടകത്തിലേക്ക് ഇറങ്ങുന്നത്. അഭിനയത്തിൽ കാര്യമായ പരിശീലനമൊന്നും ലഭിച്ചിട്ടുമില്ല. സുധി ഉണ്ടായിരുന്ന കാലത്ത് ചെറിയ വെബ് സീരീസുകൾ ചെയ്ത് യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരുന്നു. സുധിയുമായി ആത്മബന്ധം ഉണ്ടായിരുന്നവർ വഴിയാണ് നാടകത്തിലേക്ക് എത്തിയതും. അവിടെ നിന്നും മ്യൂസിക് വീഡിയോകളിലേക്കും ഷോർട്ട് ഫിലിമുകളിലേക്കും ക്ഷണം ലഭിച്ചു. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തു. രേണു ഭാഗമായ ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും വളരെ വേഗത്തിലാണ് മില്ലാൻ അടിക്കുന്നത്. അഭിനയത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങളും ശരീരത്തെ പരിഹസിച്ചുള്ള കമന്റുകളും എല്ലാം മറികടന്നാണ് രേണു ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഭാഗമായ ശേഷം വിദേശത്തും സ്വദേശത്തും നിരവധി പ്രൊമോഷനുകളും പ്രോഗ്രാമുകളും ലഭിക്കുന്നുമുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെട്ടു എന്നിരുന്നാലും ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവർ രേണുവിനെ പരിഹസിക്കാറുണ്ട്. പക്ഷേ അടുത്തറിഞ്ഞിട്ടുള്ളവർ ആരും ഇന്നേ വരെ രേണുവിനെ കുറ്റപ്പെടുത്തുകയോ ഒരു വാക്കുപോലും മോശമായി പറയുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ അതേ നിലപാട് തന്നെയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ പൂജയ്ക്കും. പൂജയുടെ ബ്യൂട്ടി സലൂണിന്റെ പ്രൊമോഷൻ രേണുവാണ് അടുത്തിടെയായി ചെയ്യാറുള്ളത്. മറ്റു സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നതിനേക്കാൾ മികച്ചതായി തോന്നിയത് രേണുവിനെ പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുകയാണ് പൂജ. സത്യം പറയുകയാണെങ്കിൽ രേണുസുധിയെ കൊണ്ടുവന്നിട്ട് ഫ്രാങ്ക്ലി ഞാൻ പറയുകയാണ്, വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലതായിട്ട് രേണുസുധിയെ കൊണ്ടുവന്നപ്പോൾ തോന്നി. സത്യം പറഞ്ഞാൽ അവർ ഭയങ്കര പാവമാണ്, നല്ല കമ്പനിയാണ്. ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെങ്കിൽ കൂടിയും രേണു നല്ല കമ്പനിയാണ്, നല്ല വൈബാണ്. ജാടയൊന്നും തന്നെയില്ല, കാര്യങ്ങളെല്ലാം ചെയ്യും, കൂളായിട്ട് സംസാരിക്കും. രേണുവിനുള്ള മറ്റൊരു പോസിറ്റീവ് കൂടിയുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ രേണുവിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിപ്പോൾ പ്രൊമോഷനോ മറ്റോ എന്തുമാകാം. ഏത് കാര്യത്തിനു വേണ്ടിയാണോ അവർ വന്നത് അതിനുവേണ്ടി 100% കൊടുത്ത് രേണു നിൽക്കും. നമുക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാനാണെങ്കിൽ കൂടിയും രേണു നല്ല വൈബാണ്. ആദ്യം കാണുമ്പോൾ നോർമൽ ഒരാളെ പോലെ സംസാരിക്കും, പക്ഷേ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര വൈവാണ്. അവിടെയുള്ളവർക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുമെന്ന് പൂജ പറയുന്നു. ഒരു വശത്ത് വീടുമായി ബന്ധപ്പെട്ടും സ്ഥലം നൽകിയവരുമായി ബന്ധപ്പെട്ടുമുള്ള വിവാദങ്ങൾ കത്തിക്കയറുന്നുണ്ടെങ്കിലും രേണുവിന്റെ വിജയം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഇതിനോടകം തന്നെ താരം സമ്പാദിച്ചു കഴിഞ്ഞു. അടുത്തിടെയാണ് പ്രൊമോഷൻ വഴിയും ബിഗ് ബോസിലൂടെയും മറ്റും സമ്പാദിച്ച പണം കൊണ്ട് രേണു ഒരു കാർ സ്വന്തമാക്കിയത്. 500 രൂപയ്ക്ക് വേണ്ടി കൊതിച്ചിരുന്ന തനിക്ക് ഇന്ന് മോശമില്ലാത്ത സമ്പാദ്യവും മെച്ചപ്പെട്ട ജീവിതവുമുണ്ടെന്ന് അടുത്തിടെ രേണു തന്നെ തുറന്നു പറഞ്ഞിരുന്നു.